എന്താണല്ലേ ഇന്നലെ വരെ ആരോപണങ്ങൾ മാത്രമായിരുന്നു. ഇന്നിപ്പോൾ എല്ലാം കേസിനായിട്ടുണ്ട്. 9 പ്രധാനപ്പെട്ട ആളുകൾക്കെതിരെയാണ് കേസ് ചുമത്തപ്പെട്ടിരിക്കുന്നത്, കേസെടുക്കപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനം ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന രഞ്ജിത്തിനെതിരെയാണ്. എറണാകുളം നോർത്ത് പോലീസാണ് രഞ്ജിത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ബംഗാളി നടിയുടെ പരാതിയിൽ സിദ്ദിഖിനെതിരെ അതീവ ഗുരുതരമായ പരാതിയാണ് സിദ്ദിഖിനെതിരെ ഉള്ളത്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സിദ്ദിഖിനെതിരെ കേസെടുത്തിരിക്കുന്നു. മുകേഷിനെതിരെ കേസെടുത്ത വിവരം ഇന്ന് രാവിലെയാണ് പുറത്തു വരുന്നത്. മരട് പോലീസാണ് മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് ജയസൂര്യക്കെതിരെ, പ്രമുഖ നടൻ ജയസൂര്യക്കെതിരെ കേസെടുത്തിരിക്കുന്നു. എറണാകുളം നോർത്ത് പോലീസ് ഇടവേള ബാബുവിനെതിരെ കേസെടുത്തിരിക്കുന്നു. ഫോർട്ട് കൊച്ചി പോലീസ് മണിയമ്പിള്ള രാജുവിനെതിരെ കേസെടുത്തിരിക്കുന്നു. കോൺഗ്രസിന്റെ അഭിഭാഷക സംഘടനയുടെ നേതാവ് VS ചന്ദ്രശേഖരനെതിരെ കൊച്ചി സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നു. പ്രൊഡക്ഷൻ കൺട്രോൾ നോബിളിനെതിരെ പാലാരിവട്ടം പോലീസ് കേസെടുത്തിരിക്കുന്നു. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വിച്ചുവിനെതിരെ നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുന്നു. ഏറ്റവും പ്രധാനം മുകേഷിനെതിരെ എടുത്ത കേസാണ്. മുകേഷിന്റെ പ്രതികരണം ഇതുവരെയും ലഭ്യമായിട്ടില്ല. സത്യം പറയാം, ഇന്ന് രാവിലെ വരെ ആരും പ്രതികരിച്ചിട്ടൊന്നുമില്ല. എല്ലാം കേസുകളായിരുന്നില്ല, എല്ലാം ആരോപണങ്ങളായിരുന്നു. ഇപ്പം എന്തായാലും കേസെടുത്തു. ഇനി എല്ലാവരും പുറത്തു വന്നേ പറ്റൂ. ആരൊക്കെ എവിടെയൊക്കെ ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിലും കേസെടുത്ത പ്രതികൾ, കേസെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പ്രതികളായാലും അവരൊക്കെ എല്ലാവരും പുറത്തു വന്നേ പറ്റൂ. ഈ അന്വേഷണ സംഘത്തിന് മുമ്പിൽ വന്നേ പറ്റൂ. അവരൊക്കെ വന്ന് അവരുടെ മൊഴി കൊടുത്ത് കേസിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്താണോ, അറസ്റ്റാണോ അതല്ലെങ്കിൽ റിമാൻഡിൽ പോകണോ, ബാക്കി എല്ലാ കാര്യങ്ങളും ഇനി മുന്നോട്ട് വരും. കോടതിയിൽ പോകേണ്ടി വരും, എല്ലാ കാര്യങ്ങളും വരും. അപ്പം ഇതുവരെ പറഞ്ഞ പോലെ ഒന്നുമല്ല, കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ലെവലിലോട്ട് തന്നെ പോയത്. ഇനി പുതിയ പുതിയ ആരോപണങ്ങൾ വീണ്ടും വരുന്നുണ്ട്. ഇന്നലെയൊക്കെ രഞ്ജിത്തിനെതിരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി പുതിയ കേസുകളായിട്ട്, ഒരു കേസിൻ്റെ മേലെ കേസുകളായിട്ടാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വല്ലാത്ത അവസ്ഥ തന്നെ ആയിരിക്കും. പറഞ്ഞതൊക്കെ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇനി ഈ ലെവലിൽ പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥ തന്നെ ആയിരിക്കും. ഇനി ആകെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്നലെ ഞാൻ നമ്മുടെ സായിബ്രോൻ്റെ ഒരു വീഡിയോ കണ്ടു. അതായത് സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോ കണ്ടു. സിദ്ദീഖിൻ്റെ ഒരു ഫേക്ക് അക്കൗണ്ട് എന്നും പറഞ്ഞിട്ട്, ഫേക്ക് അക്കൗണ്ട് അല്ല, ഫേക്കായിട്ട് കാണിക്കുന്ന യഥാർത്ഥ അക്കൗണ്ട് നിന്ന് ഈ പറഞ്ഞ ആൾക്കാർക്ക് പോയ മെസ്സേജുകളും അതിൻ്റെ ക്ലിപ്പുകളും എല്ലാം കൂടെ പുള്ളി വെച്ചിട്ട് പുള്ളി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് കിട്ടിയ സോഴ്സ് എല്ലാം കൂടെ വെച്ചിട്ട്. അപ്പോൾ അതിലൊക്കെ കുറേ വ്യക്തമാണ് ആ ഒരു അക്കൗണ്ടും. ഇനി വളരെ ഈസിയാണ് ഇങ്ങനത്തെ ഒരു അക്കൗണ്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, അക്കൗണ്ടൊക്കെ ആക്റ്റീവ് ആണെങ്കിൽ, ഇനി ആക്റ്റീവ് അല്ല ഡീആക്ടിവേറ്റ് ആയെങ്കിൽ പോലും അതൊക്കെ റിക്കവർ ചെയ്ത് എടുക്കാനുള്ള സോഴ്സ് നമ്മുടെ അന്വേഷണ സംഘത്തിന് ഒക്കെ എന്തായാലും ഉണ്ട്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമില്ല, അവർക്കൊക്കെ ഈസി ആയിട്ട് അതൊക്കെ ചെയ്യാനും പറ്റും. അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിലൊക്കെ തെളിവുകൾ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ നടന്മാരൊക്കെ വിട്ടുപോകും. പിന്നെ സിദ്ദീഖിൻ്റെ കാര്യത്തിൽ മാത്രം തോന്നി എനിക്ക് ഈ ഫേസ്ബുക്ക് ത്രൂ ഉള്ള ഈ അക്കൗണ്ടും ഈ ഒരു ചാറ്റ് ആക്ടിവിറ്റീസും കാര്യങ്ങളും നടക്കുന്നത്. പിന്നെ മുകേഷിൻ്റെയും ബാക്കിയുള്ളവരൊക്കെ കോളാണ്, അതല്ലെങ്കിൽ SMS ആണ്, വാട്സപ്പാന്നൊക്കെ പറഞ്ഞ മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്താണ് 2008 2009 വാട്സപ്പ് ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ എന്നും, അത് സ്റ്റാർട്ടിങ്ങിൽ ഈ പറഞ്ഞ വാട്സപ്പ് മറ്റെന്താ ബ്ലാക്ക്ബെറി മെസ്സഞ്ചേഴ്സ് ത്രൂ മാത്രമായിരുന്നു വന്നിരുന്നത്. പിന്നെയാണ് അത് ചേഞ്ച് ആയിട്ട് വാട്സപ്പിലോട്ട് മാറിയതും. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ അത് കണ്ടു തുടങ്ങുന്നത് തന്നെ 2012 2013 സമയത്തൊക്കെയാണ് അതൊന്ന് ആക്റ്റീവായിട്ട് വരുന്നത്. പിന്നെ ഇങ്ങോട്ടാണ് വാട്സപ്പ് ഇത്രയും ആക്റ്റീവ് ആയത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള തെളിവുകളുടെ മുകേഷ് പറയുന്ന പോലെ അതിൻ്റെ തെളിവുകളുടെ സ്ട്രോങ് എത്രത്തോളം ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ വെറുതെ പറയുന്നതായിരിക്കും. പെട്ടെന്ന് പേടിച്ചിട്ട് ഈ പറഞ്ഞ ഇരകളൊക്കെ മൊഴി മാറ്റി പറയാനൊക്കെ ആയിരിക്കും ഒക്കെ പറയുന്നത്. പക്ഷെ എന്താണെങ്കിലും മൊഴികളൊക്കെ സ്ട്രോങ് ആണ്, കേസും വളരെ സ്ട്രോങ് ആയിരിക്കും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഏതായാലും രഞ്ജിത്ത് സിദ്ദീഖൊക്കെ രാജിവെച്ചു. അവരുടെയൊക്കെ എന്താണോ അസോസിയേഷൻസിൻ്റെയും അതുപോലെ ഗവൺമെൻറ് സർക്കാർ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ രാജിവെച്ചു. ഇപ്പോഴും കടിച്ചു തൂങ്ങി നിൽക്കുന്നത് നമ്മുടെ മുകേഷ് മാത്രമാണ്, നമ്മുടെ CPM-ൻ്റെ. തീർച്ചയായിട്ടും പുള്ളി രാജിവെച്ചേ പറ്റൂ. ഇപ്പോൾ പോവുകയാണെങ്കിൽ പുള്ളിനെ കൊണ്ട് രാജിവെപ്പിക്കാൻ നമ്മുടെ പിണറായി ഇൻട്രസ്റ്റ് കാണിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പൊതുവെ എല്ലാവരുടെ അഭിപ്രായം തന്നെയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പുതിയ ആളുകളുടെ ലിസ്റ്റ് വരൂ. ഇനി പുതിയ ആളുകൾ പുതിയ ഇരകൾ വന്നിട്ട് പുതിയ ആളുകളുടെ പേര് പറയുമെന്നുള്ളതൊക്കെ കണ്ടറിയാം. എന്താണെങ്കിലും മുകേഷ്, സിദ്ദീഖ്, ജയസൂര്യ, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, പിന്നെ മറ്റ് കേസിൽ അംഗങ്ങളായിട്ടുള്ള രഞ്ജിത്ത്, അങ്ങനെ കുറേ പേര് എല്ലാം കേസായിട്ടുണ്ട്. ഇന്ന് ഇവിടുന്ന് കാണാം ഇവരുടെ. എന്താണെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഇവർക്കൊക്കെ ഒരു മുൻകൂർ ജാമ്യത്തിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനത്തെ കേസായതുകൊണ്ട് തന്നെ വളരെ ചാൻസ് കുറവായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അവർ സ്വയം ഹാജരാകുക, അതല്ലെങ്കിൽ അന്വേഷണ സംഘം അവരെവിടെയാണുള്ളത് അവിടെ പോയി പൊക്കി കഴിഞ്ഞിട്ട് ഉള്ള അപ്ഡേറ്റ് നമുക്ക് ഇനി പറയാൻ പറ്റുള്ളൂ. വെറുതെ നമ്മൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കഷ്ടമായിപ്പോയി. എന്തായാലും മലയാള സിനിമ ഒരുമാതിരി വൃത്തികെട്ട അസ്ഥാനത്തായിട്ടപ്പം നിൽക്കുന്നത്. എന്തൊക്കെ നമ്മൾ യുവതലമുറ ഉണ്ട്, അവരത് ചെയ്യുന്നു പറഞ്ഞാലും
ഈ ഒരു ചിത്തപ്പേര് തന്നെയാണ്. കഷ്ടം.